ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ പുതിയൊരു പര്യവേക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ആവേശകരമായൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചുറ്റുമുള്ള ഈ വെളിച്ചത്തിൽ നിന്നൊക്കെ മാറി സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഇരുണ്ടതും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ ലോകത്തേക്ക് ഒരു കിടിലൻ വെർച്വൽ ഡൈവ് നമ്മൾ നടത്താൻ പോകുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ പ്രകാശം, നിറങ്ങൾ, തിരമാലകൾ എന്നിവയുടെ ആരും കാണാത്ത അത്ഭുത ലോകമാണ് നമ്മളിന്ന് അനാവരണം ചെയ്യുന്നത്. നമ്മുടെ യാത്ര തുടങ്ങുന്നതിനു മുൻപ് നിങ്ങൾ ഈയൊരു കാര്യം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യപ്രകാശം നിറഞ്ഞ സമുദ്രോപരിതലം വിട്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിന് എന്താണ് സംഭവിക്കുന്നത്? പ്രകാശവും നിറങ്ങളും എങ്ങനെയാണ് അവിടെ മാറുന്നത്? നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ആ വെളിച്ചം പതിയെ മാഞ്ഞു പോകുന്നൊരവസ്ഥ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അപ്പോ ഒന്നാമത്തെ കാര്യം, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രകാശം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വൈദ്യുതകാന്തിക ഊർജ്ജമാണ്. സമുദ്രത്തിലെ തിരമാലകൾ പോലെ തരംഗങ്ങളായാണ് ഇതും സഞ്ചരിക്കുന്നത്. വലിയ ഒരു വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന പ്രകാശം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിറം, തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, അതുപോലെ ഊർജം എന്നിവ തമ്മിലുള്ള ബന്ധമാണ്. വെളുത്ത പ്രകാശത്തിൽ എല്ലാ നിറങ്ങളും അടങ്ങിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇതിൽ ചുവപ്പ്, ഓറഞ്ച് പോലുള്ള നിറങ്ങൾക്ക് തരംഗദൈർഘ്യം കൂടുതലും ഊർജം വളരെ കുറവുമാണ്. നേരെ മറിച്ച് നീല, വയലറ്റ് നിറങ്ങൾക്ക് തരംഗദൈർഘ്യം കുറവാണെങ്കിലും ഊർജം ഏറ്റവും കൂടുതലാണ്. ഈയൊരു വ്യത്യാസം കൃത്യമായി ഓർത്തുവയ്ക്കുക കേട്ടോ, കാരണം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബേസിക് സയൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക്, അതായത് ആ ട്വിലൈറ്റ് സോണിലേക്ക് നമ്മൾ ഡൈവിംഗ് ആരംഭിക്കാം. സമുദ്രത്തെ പ്രധാനമായും 3 സോണുകളായി തിരിക്കാം. ഏറ്റവും ഉപരിതലത്തിൽ നല്ല സൂര്യപ്രകാശമുള്ള യൂഫോട്ടിക് സോണാണ്. അവിടെ നിന്നും താഴേക്ക് പോകുമ്പോൾ 200 മുതൽ 1000 മീറ്റർ വരെ ആഴത്തിലുള്ള ഡിസ്ഫോട്ടിക് സോൺ അഥവാ ട്വിലൈറ്റ് സോണായി. ഇവിടെ വെളിച്ചം വളരെ കുറവാണ്. പിന്നെ 1000 മീറ്ററിനും താഴേക്ക് പോയാൽ അഫോട്ടിക് സോണാണ്. അവിടെ പൂർണ്ണ അന്ധകാരമാണ്, സൂര്യപ്രകാശത്തിന്റെ ഒരു തരി പോലുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഭൗതികശാസ്ത്രം ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഊർജം കുറഞ്ഞ ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളെ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും. അതുകൊണ്ട് ഉപരിതലത്തിൽ വെച്ചുതന്നെ ആ നിറങ്ങൾ അപ്രത്യക്ഷമാകും. എന്നാൽ ഊർജം കൂടിയ നീല നിറത്തിന് വെള്ളത്തിലൂടെ ഒരുപാട് ആഴത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എപ്പോഴും ആ ഒരു നീല നിറം മാത്രം കൂടുതലായി കാണാൻ സാധിക്കുന്നത്. പ്രകാശത്തിന്റെ കാര്യം വിടാം. ഈ അന്ധകാരത്തിൽ ഒളിച്ചിരിക്കുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് നോക്കാം. ആഴങ്ങളിലെ ആന്തരിക തിരമാലകൾ അഥവാ ഇന്റേണൽ വേവ്സ്. മുകളിലെ തിരമാലകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കാറ്റും വെള്ളവും തമ്മിൽ സമ്പർക്കം വരുമ്പോഴാണ് അവയുണ്ടാകുന്നത്. എന്നാൽ സമുദ്രത്തിനടിയിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. അവിടെ വെള്ളത്തിന്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം കാരണം പൈക്നോക്ലൈൻ എന്ന് വിളിക്കുന്ന പാളികളിലൂടെ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഭീമാകാരമായ തിരമാലകളുണ്ട്. വെളിച്ചമില്ലാത്ത ആഴങ്ങളിലെ ആന്തരിക തിരമാലകൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ഇതൊരു പുതിയ കണ്ടെത്തലാണെന്ന് നമ്മൾ കരുതുമെങ്കിലും ഈ ചരിത്രപരമായ പരാമർശം വളരെ കൗതുകകരമാണ്. ഖുറാനിലെ ഈ വരികൾ നോക്കൂ. അല്ലെങ്കിൽ ഒരു മഹാസമുദ്രത്തിലെ അന്ധകാരം പോലെയാകുന്നു, അതിനെ തിരമാലകൾ പൊതിയുന്നു, അതിനു മുകളിൽ വീണ്ടും തിരമാലകൾ, ഇരുട്ടുകൾക്കു മീതെ ഇരുട്ടുകൾ. ആധുനിക ഹൈഡ്രോളജി ശാസ്ത്രം ഈ ആന്തരിക തിരമാലകളെയും കൂരിരുട്ടിനെയും കണ്ടെത്തുന്നതിന് വർഷങ്ങൾക്കു മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് ഇത്ര കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഭൗതികശാസ്ത്രം വിട്ട് ഇനി നമുക്ക് ജീവശാസ്ത്രത്തിലേക്ക് കടക്കാം. ഇത്രയും കർശനമായ നിയമങ്ങളും ഇരുട്ടുമുള്ള സമുദ്രത്തിനടിയിൽ ജീവികൾ എങ്ങനെയാണ് അത് ജീവിക്കുന്നതെന്ന് നോക്കാം. സാധാരണ വെളിച്ചത്തിൽ നല്ല മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു സ്നാപ്പർ മത്സ്യം താഴെ സമുദ്രത്തിന്റെ ആഴങ്ങളിലെ നീല വെളിച്ചത്തിലെത്തുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. അതിന്റെ ആ തിളക്കമുള്ള നിറങ്ങൾ മുഴുവൻ മാറി അതൊരു ഇരുണ്ട മത്സ്യമായി മാറും. ഇതാണ് ഇവരുടെ സൂത്രം. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം ചെയ്യാം. നമ്മൾ നീല നിറമുള്ള കുറച്ച് ഫിലിം പേപ്പറുകൾ വെച്ച് അതിലൂടെ ചുവന്ന വസ്തുക്കളെ നോക്കിയാൽ എങ്ങനെയിരിക്കും? കറുപ്പായിട്ട് തോന്നും, അല്ലേ? സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോ നീല വെളിച്ചം മാത്രം ബാക്കിയാകുന്നതും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ചുവപ്പ് നിറം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. അതായത്
സമുദ്രത്തിന്റെ ഉപരിതലത്തിലെ വെള്ളം ചുവപ്പ് പ്രകാശത്തെ പൂർണ്ണമായും വലിച്ചെടുക്കുന്നു. അപ്പൊ പിന്നെ ആഴങ്ങളിലെ വെള്ളത്തിൽ പ്രതിഫലിക്കാൻ ചുവപ്പ് പ്രകാശമേ ഇല്ലല്ലോ. ഇതിന്റെ ഫലമായി ചുവപ്പ് നിറമുള്ള ജീവികളെല്ലാം അവിടെ കറുപ്പായും ഏതാണ്ട് അദൃശ്യമായും കാണപ്പെടുന്നു. മറ്റു ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിലും മികച്ചൊരു സൂത്രമില്ല. ഉദാഹരണത്തിന് 3000 മീറ്റർ താഴെ കാണുന്ന ഈ സീ ടോഡ് മത്സ്യത്തെ ശ്രദ്ധിക്കൂ. ഒരു ക്യാമറയുടെ കൃത്രിമ വെളിച്ചത്തിൽ ഇതിപ്പോ നല്ല കടും ചുവപ്പായി കാണാം. എന്നാൽ സമുദ്രത്തിനടിയിലെ സ്വാഭാവികമായ കൂരിരുട്ടിൽ ഇതിന് പൂർണ്ണമായും കറുപ്പ് നിറമായിരിക്കും. അതുകൊണ്ട് മറ്റു മത്സ്യങ്ങൾക്ക് ഇതിനെ ഒരിക്കലും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. ഇനി നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അഫോട്ടിക് സോൺ. ഒരു തരി വെളിച്ചം പോലുമില്ലാത്ത ഈ കൂരിരുട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് പിടിച്ചു നിൽക്കാൻ സ്വന്തമായി പ്രകാശമുണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ഫ്ലോറസെൻസ് ആണ്, അതായത് ഒരു പ്രകാശത്തെ വലിച്ചെടുത്ത് മറ്റൊരു നിറത്തിൽ പുറത്തുവിടുന്നത്. രണ്ടാമത്തേത് ഫസ്ഫോറസെൻസ്, അതായത് വെളിച്ചം മാറ്റിയാലും പ്രകാശം പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഇത് ജീവികളിൽ കാണില്ല. എന്നാൽ ബയോലൂമിനസെൻസ് എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ലെവലാണ്. പുറത്തുനിന്നുള്ള യാതൊരു വെളിച്ചവുമില്ലാതെ ജീവികൾ തങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിലൂടെ സ്വന്തമായി പ്രകാശമുണ്ടാക്കുന്ന വിദ്യയാണിത്. ഈ രാസപ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലൂസിഫെറിൻ എന്ന തന്മാത്ര ഓക്സിജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ ലൂസിഫെറേസ് എന്ന എൻസൈം വളരെ വേഗത്തിലാക്കുന്നു. ഇതിന്റെ ഫലമായാണ് ഈ പ്രകാശമുണ്ടാകുന്നത്. മിക്കവാറും നീലയോ പച്ചയോ നിറത്തിലായിരിക്കും ഇത്. ഇണകളെ ആകർഷിക്കാനും ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാനുമൊക്കെ ജീവികൾ ഈ പ്രകാശം ഉപയോഗിക്കുന്നു. നമ്മുടെ ഈ പര്യവേക്ഷണയാത്ര അവസാനിപ്പിക്കുന്നതിന് മുൻപ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കൂരിരുട്ടിൽ ഒഴുകി നടക്കുന്ന ഈ അജ്ഞാതമായ ചുവന്ന ജീവിയെ ഒന്ന് ശ്രദ്ധിക്കൂ. എത്ര മനോഹരമാണിത്! പുറമെ കാണാൻ കഴിയാത്ത നമ്മൾ മനുഷ്യർക്ക് അപ്രാപ്യമായ ആ വലിയ ഇരുണ്ട ലോകത്ത് ഈ ജീവികൾ സ്വന്തം ശരീരത്തിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിച്ച് പരസ്പരം രഹസ്യമായി ആശയവിനിമയം നടത്തുകയാണെങ്കിലോ? ആഴക്കടലിന്റെ എത്രയോ രഹസ്യങ്ങൾ ഇപ്പോഴും നമ്മളറിയാതെ ആ ഇരുട്ടിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടല്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ചിന്തിക്കാനുമുള്ളൊരു താൽപ്പര്യം ഇത് നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോ ഈ അവതരണം കണ്ടതിന് വലിയൊരു നന്ദി. ഖുർആനില് നേരത്തെ നമ്മളൊക്കെ കേട്ടതുപോലെ പ്രകാശത്തെക്കുറിച്ച്, അതുപോലത്തെ നിറങ്ങളെക്കുറിച്ച്, നിറവൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. ഒരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നൂറുൻ അല നൂർ എന്ന് പറയുന്ന പ്രകാശത്തിന്മേൽ പ്രകാശം എന്നാണ് സാധാരണ നമ്മൾ അതിന് അർത്ഥം കൊടുക്കാറുള്ളത്. ഒരുപക്ഷെ അതിന് ഏറ്റവും സുന്ദരമായിട്ട് മലയാളത്തിൽ വന്ന ഒരു അർത്ഥം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതായിരിക്കും അല്ലെ അസീൽ. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം അദ്ദേഹം അത് ഒരു ബുക്കിൽ പറയുന്നുണ്ട്. മലയാളത്തിൽ അതിനേക്കാൾ മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നൂറുൻ അല നൂർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ പ്രകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്താണ് ഈ ആഴക്കടലിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ എക്സ്പ്ലെയിനിൽ കണ്ടു. അതായത് കടൽ എന്ന് പറയുന്ന ആ ഒരു മഹാ അത്ഭുതത്തിന്റെ അകത്ത് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പ്രവാചകൻ ഒരു സമുദ്രയാത്ര നടത്തിയിട്ടില്ല, അതുപോലെ തന്നെ ഒരു അന്തർവാഹിനി കപ്പൽ ഉപയോഗിച്ചിട്ട് യാത്ര പോയിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന ഒരു പ്രോസസ്സ് അതിനെക്കുറിച്ച് ഖുർആനില് വളരെ വിശദമായിട്ട് സൂറത്ത് നൂറിലെ 40-ാമത്തെ ആയത്തിൽ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു കൈ പുറത്തേക്ക് ഇട്ടാൽ പോലും ആ കൈ കാണാത്ത അത്ര വലിയ ഒരു ഇരുട്ടിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും ഖുർആൻ പ്രകാശശാസ്ത്രത്തെ കുറിച്ചോ സമുദ്രശാസ്ത്രത്തെ കുറിച്ചോ പറയാൻ വേണ്ടി പറയുന്നതല്ല.
മറിച്ച് ഒരു അവിശ്വാസിയുടെ പിന്നെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപമയായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സംഗതിയെ ഖുർആൻ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച മെറ്റഫർ, അതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം ആധുനിക സയൻസുമായിട്ട് ചേർന്ന് പോകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഖുർആൻ കുറെ ശാസ്ത്രം പറയുന്നതിനേക്കാൾ ഖുർആൻ അതിനുവേണ്ടി ഉപയോഗിച്ച വാക്കുകൾ അത്രയും കൃത്യമായിരുന്നു, ആക്യുറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നോക്കൂ, ഓരോ കളറുകളും അപ്രത്യക്ഷമാവുന്ന ഓരോ ഘട്ടങ്ങളാണ്. 20 മീറ്റർ കഴിയുമ്പോൾ ചുവപ്പ് കുറയുന്നു, 30 ഓറഞ്ച് അപ്രത്യക്ഷമാവുന്നു, പിന്നെ മഞ്ഞ, അതിനുശേഷം പച്ച, 200 മീറ്റർ ആകുന്ന ശേഷം നീലയിലേക്ക് മാറുന്നു. അത് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഈ ഒരു ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മങ്ങിയ പിന്നെ എന്താ പറയാ ഈ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും, സൈൻ ബോർഡുകളും മറ്റൊക്കെ, ഈ ടെക്സ്റ്റൈൽസിന്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പഴയ ബോർഡുകളിലൊക്കെ ഒരു നീല കളർ ഉണ്ടാവും. ഒരുപക്ഷെ അത് വെച്ച സമയത്ത് എല്ലാ കളറും ഉണ്ടായിരിക്കും, പിന്നെ അതിന് ചുവപ്പ് പ്രദേശമാവുന്നു, മഞ്ഞ പ്രദേശമാവുന്നു, ലാസ്റ്റ് അതിൽ അവശേഷിക്കുന്ന കളർ എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. ഒരിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ചിലപ്പോൾ ഈ ചില്ലിലൊക്കെ വെയിൽ കൊണ്ട് ഉണങ്ങുന്ന സമയത്ത് നീല മാത്രമായിരിക്കും അതിൽ ലാസ്റ്റ് ബാക്കിയാകുക. അത് ഈ ഒരു പ്രകാശത്തിന്റെ ഈ പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ഒരു പിന്നെ ലൈറ്റ് സോണുകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സമുദ്രത്തിലെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും വിശദീകരിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ ഒന്ന് സ്ലൈഡ് ഡെക്ക് ആയിട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ലെയറുകൾ നോക്കുക. ഒന്ന് മേഘമുണ്ട്, അതിനുശേഷം തിരമാലയുണ്ട്, അതിനുശേഷം പിന്നെ സമുദ്രാംഗ അടിത്തട്ടിലുള്ള തിരമാലകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും ആ പ്രകാശം അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അതിലൂടെ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇതാണ് ആ ഒരു സംഭവങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഏകദേശം ഈ 1000 മീറ്റർ കഴിയുമ്പോഴേക്കും എല്ലാ വർണ്ണങ്ങളും അസ്തമിച്ച് പിന്നീട് ഒരു ഡാർക്ക്നെസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ വിഷ്വൽ. അപ്പോൾ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് സ്കൈയിലെ കാർമേഘാണ്, പിന്നെ ബാഹ്യ തിരമാലയാണ്, പിന്നീട് ആന്തരിക തിരമാലയാണ്, ഇന്നർ വേവ്സ് ആണ്. ഇങ്ങനെ ഈ ഒരു ഫ്ലോന്റെ ഇടയിലാണ് വ്യത്യസ്ത കളറുകളൊക്കെ അസ്തമിച്ച് എന്ത് ചെയ്യാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ പുരാതന കാലത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത് സമുദ്രത്തെ കുറിച്ച് ഒട്ടനേകം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഖുർആൻ ദൈവീ ഗ്രന്ഥമാണെന്നതിന് വലിയൊരു തെളിവായിട്ട് കൂടി നമുക്കിതിനെ മുന്നോട്ട് പോകാൻ കഴിയും. ഈയിടെ നടന്ന ഒരു സംവാദത്തിൽ ഈ ഒരൊറ്റ വചനം വെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ദൈവികത ഒരു പ്രമുഖ സ്കോളർ സ്ഥാപിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു ടോപ്പിക്കാണ് ഇത് എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അതിന്റെ ഒരു വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് സ്വന്തമായിട്ട് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ ഉണ്ട്. ഇപ്പോൾ മിന്നാമിന്നി പോലെയുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഇതേപോലെ സ്വന്തമായിട്ട് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രോസസ്സാണ് പറയുന്നത്. അതുപോലെ തന്നെ ഖുർആനിലെ സൂറത്ത് നൂറിൽ തന്നെ 40-ാമത്തെ ആയത്തിൽ ആണ് ഈ ഒരു സംഭവം കൃത്യമായിട്ട് പറയുന്നത്. യെസ്, ഈ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ജസ്റ്റ് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇത് എന്താണ് പ്രപഞ്ചത്തിൽ ഉള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ ഒരു astronomy.com എന്നുള്ള സൈറ്റിൽ വന്ന ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിന് പറയാം കാറ്റ്സ് ഐ എന്നുള്ളതാണ്. അതായത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അതായത് നക്ഷത്രങ്ങളുടെ ആവിർഭാവവും അതിന്റെ മരണമൊക്കെ സംഭവിക്കുമ്പോൾ ഇതില് നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എന്തിനുമായിട്ടാണ് ഇതിന് കൂടുതൽ കണക്ഷൻ എന്ന് ആലോചിക്കുക. ഒരു പൂ പോലെ, അല്ലെങ്കിൽ ഒരു ചുവന്ന റോസാ പൂ പോലെ ഒരുപക്ഷെ ഇതിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ത്യനാളിന്റെ ഘട്ടങ്ങളെക്കുറിച്ചും പല പ്രതിഭാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഖുർആൻ ഉപയോഗിച്ചൊരു വേർഡ് ഉണ്ട്, വർദ്ധത്തൻ കദ്ദിഹാൻ എന്ന് പറയുന്ന നമ്മളെ കിസിലെ വാക്ക്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു പ്രതിഭാസവും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ പ്രയോഗങ്ങളും ജസ്റ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി, ഇതാണ് ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അതേ സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് ഇട്ട് തരാൻ വേണ്ടി, കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചില സൂചനകൾ കൂടി കളറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇനി കാണിക്കുന്നത്. യെസ്, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ചെടിയില് ഭക്ഷണം നിർമ്മിക്കുന്നത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ടാണ്. അതായത് പ്രകാശത്തിൽ നിന്ന് ഈ പറയുന്ന രീതിയിലുള്ള പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ചെടികൾക്ക് അവയുടെ ഫലവും അതിന്റെ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്യാൻറ്റീനാണ് യഥാർത്ഥത്തിൽ ഈ ഇലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഈ പച്ച എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വലിയൊരു അർത്ഥതലമുണ്ട്. അപ്പോൾ പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചപ്പായിട്ട് അതിനെ എടുക്കാം. അതേ സമയത്ത് ഈ ഹരിതകം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു സംഗതി സസ്യങ്ങളുടെ
പിന്നെ എന്താണ് പറയുക പ്രോസസ്സിൽ അതിന്റെ ഭക്ഷണം നിർമ്മിക്കുന്ന സൂര്യപ്രകാശവും അതോടൊപ്പം തന്നെ ഈ വേരുകളിൽ നിന്നും തണ്ടുകളിൽ നിന്നും എത്തുന്ന അതിന്റെ പിന്നെ ജലവും മറ്റുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് നിർമ്മിക്കുന്ന ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇലകളാണെന്ന് അറിയാം. ഈ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവിനാണ് ഹരിതകം ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഇത് അതിനെക്കുറിച്ച് വന്ന ഒരു ആർട്ടിക്കിളാണ്. വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എവിടെയെങ്കിലും ഈ പച്ചയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒരു പഠന വിഷയമായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. ഖുർആനിലെ ഒരു ആയത്തിലേക്ക് നോക്കാം. വഹുവല്ലദീ അൻസല മിനസ്സമായി മാ അൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായത് അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്, ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ജലം ഇറക്കി തന്നത്. അഖ്റജ്നാ ബിഹി നബാത കുല്ല ഷൈഇൻ ഫഅഖ്റജ്നാ മിൻഹു ഖളിറ. അതായത് എല്ലാ പിന്നെ പിന്നെ അവിടുന്ന് എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത തരത്തിലുള്ള അനേകം വൈവിധ്യങ്ങളോടെയുള്ള ഒരുപാട് സസ്യലതാദികൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പൊ അഖ്റജ്നാ മിൻഹു ഖളിറ എന്ന് പറയുന്ന ആ വേർഡ് വീണ്ടും അവിടെ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം എന്തുകൊണ്ട് അവിടെ ഖളിറ എന്ന് പറയുന്ന ഒരു വേർഡ് പിന്നെ എന്ത് ചെയ്തു, പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ തുഖ്രിജുൽ മിൻഹു ഹബ്ബ, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനുശേഷം മറ്റുള്ള പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള കായ്കനികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് അങ്ങനെ പറഞ്ഞു പോവാണ്. ഇവിടെ ആയത്തിന്റെ ഇംഗ്ലീഷിലേക്ക് പോയാൽ കാണാൻ സാധിക്കും, വി പ്രൊഡ്യൂസ് ഫ്രം ഇറ്റ് ഗ്രീനറി ഫ്രം വിച്ച് വി പ്രൊഡ്യൂസ് ഗ്രെയിൻസ് അറേഞ്ചസ് ഇൻ ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ഖളിറ എന്ന് പറയുന്ന വാക്കിന് ഇത്രയും പിന്നെ ശാസ്ത്രം വളർന്ന് വികസിച്ചൊരു കാലത്ത് നമ്മൾ അതിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് ഈ പിന്നെ ഹരിതകം ക്ലോറോഫിൽ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഖളിറ എന്ന് പറയുന്ന വാക്ക് സൂക്ഷ്മമായിട്ട് ഉപയോഗിച്ചതിൽ എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചിന്തയിലേക്ക് വിട്ടുകയറുകയാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആനില് പിന്നെ പർവ്വതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും റെയിൻബോ മൗണ്ടെയിൻസ് എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ. നമ്മൾ പർവ്വതങ്ങളെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരിക ഒന്നില്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ നീല ആ ഒരു സംഭവങ്ങളായിരിക്കും. പർവ്വതങ്ങളിൽ വർണ്ണവൈവിധ്യങ്ങൾ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല. പൂമ്പാറ്റയിലും പൂക്കളിലും വർണ്ണവൈവിധ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇവിടെ നോക്കുക, ആ ഒരു പിന്നെ പർവ്വതങ്ങളിലുള്ള ഒരു വർണ്ണവൈവിധ്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഏറ്റവും പിന്നെ നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കണ്ട സംഭവം പെറുവിലാണ് ഈ ഇത്തരത്തിലുള്ള വർണ്ണവൈവിധ്യങ്ങളുടെ ഒരു പർവ്വതങ്ങളുടെ നീണ്ട നിര തന്നെ കാണുന്നത് എന്നുള്ളതാണ്. വിനി കുൻക എന്നുള്ളത് ആണ് ആ ലൊക്കേഷൻ. അതിന്റെ ഡീറ്റെയിൽസ് അതിൽ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന മുഖ്തലിഫൻ അൽവാൻ എന്ന് പറയുന്നുണ്ട്. പലരും വിചാരിക്കുന്നുണ്ടോ ഇത്ര വർണ്ണവൈവിധ്യങ്ങൾ പിന്നെ പർവ്വതങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഭൂമിയിൽ തന്നെ പടച്ചവൻ സൃഷ്ടിച്ചു എന്ന അത്ഭുതങ്ങളിൽ തന്നെ കൃത്യമായിട്ട് അക്കാര്യം പറയുന്നുണ്ട്. അലംതറ അന്നല്ലാഹ അൻസല മിനസ്സമായി മാഅൻ ഫഅഖ്റജ്നാ ബിഹി മിനസ്സമറാത്തി മുഖ്തലിഫൻ അൽവാനുഹ. അവിടെ ഫലങ്ങളുടെ വർണ്ണവൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂടെ ചേർത്ത് പറഞ്ഞതാണ് വമിനൽ ജിബാലി ജുദദുൻ. അവിടെ പിന്നെ ബിയല് പറയുന്നുണ്ട്, ഹുംറു പറയുന്നുണ്ട്, മുഖ്തലിഫൻ അൽവാനഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതും പറയുന്നുണ്ട്. അപ്പോ വെള്ളയും ചുവപ്പും കറുപ്പും പറഞ്ഞതിന് ശേഷം ഈ വർണ്ണവൈവിധ്യങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകള് പ്രപഞ്ച സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചു പോകുന്ന ചില വാക്കുകൾ പോലും നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും എന്നതിന്റെ ജസ്റ്റ് സൂചനയായിട്ടുണ്ട് ആണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പോ പിന്നെ ജസ്റ്റ് അത് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഖുർആനിൽ പറഞ്ഞ കളറുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ എവിടെയും എന്ത് ചെയ്യുന്നില്ല, ആധുനിക സാങ്കേതിക ശാസ്ത്ര മേഖല വളർന്നു വന്ന ഇക്കാലത്തും ഏറ്റുമുട്ടുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ.